ഈ പെൺകുട്ടി അബദ്ധത്തിൽ നല്ല എരിവുള്ള ഒരു മുളക് തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നു. റിയ പെട്ടെന്ന് തന്നെ മുളക് പുറത്തെടുക്കാൻ നോക്കിയെങ്കിലും ഇത് കണ്ടതോടെ അവളുടെ മാസ്റ്റർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതായി. കുക്കിംഗ് മത്സരത്തിൽ റിയ ഇനി തോൽക്കുമെന്ന് മാസ്റ്റർ കരുതി. പക്ഷേ റിയ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ ആ മുളക് വീണ്ടും പാത്രത്തിലേക്കിട്ട് പാചകം തുടർന്നു. എന്തോ നല്ലൊരു ഐഡിയ അവളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ട ഹോസ്റ്റ് ഉടനെ തന്നെ അവളെ നിയമങ്ങൾ ഓർമ്മിപ്പിച്ചു. ഈ മത്സരത്തിൽ കരോളീന റീപ്പർ മുളക് നിർബന്ധമായും ഉപയോഗിക്കണം. പക്ഷേ ഈ മുളക് അത്രയും എരിവുള്ളതാണ്, നേരിട്ട് കഴിക്കാൻ പോലും പറ്റില്ല. അപ്പോ പിന്നെ റിയ കരോളീന റീപ്പർ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് ഇനിയും എരിവുള്ളതാകില്ലേ? റിയ എന്താണ് ചെയ്യുന്നതെന്ന് അവളുടെ മാസ്റ്റർക്ക് പോലും മനസ്സിലായില്ല. പക്ഷെ ഹോസ്റ്റ് ചോദിച്ചിട്ടും റിയ ഒന്നും പറഞ്ഞില്ല. പകരം ഹോസ്റ്റ് അവിടെ നിന്ന് മാറിപ്പോകാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. മറ്റൊരാൾ കരോളീന റീപ്പർ മുളകുപാലിൽ തിളപ്പിച്ച ശേഷം ആ പാൽ ഉപയോഗിച്ച് ഐസ്ക്രീം ഉണ്ടാക്കുകയായിരുന്നു. അതേസമയം റിയ തന്റെ സീ ഫുഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷെ പാചകം മുഴുവൻ കഴിഞ്ഞിട്ടും അവൾ കരോളീന റീപ്പർ മുളക് അതിലേക്ക് ചേർത്തതേയില്ല. എല്ലാ മത്സരാർത്ഥികളും അവരുടെ വിഭവങ്ങൾ റെഡിയാക്കി. റിയയുടെ സീ ഫുഡ് ഫ്രൈഡ് റൈസും കൃത്യസമയത്ത് റെഡിയായി. പക്ഷേ അവസാന നിമിഷം വരെയും അവൾ കരോളീന റീപ്പർ ഉപയോഗിച്ചില്ല. ജഡ്ജിമാർ ഓരോരുത്തരുടെയും വിഭവങ്ങൾ രുചിച്ച് സ്കോർ നൽകാൻ തുടങ്ങി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജഡ്ജിമാർ റിയയെ പുറത്താക്കിയില്ല. അതുമാത്രമല്ല, അവൾക്കായിരുന്നു ഏറ്റവും ഉയർന്ന സ്കോർ. അവൾ ഇത് എങ്ങനെ ചെയ്തെന്ന് ഹോസ്റ്റ് അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോഴാണ് റിയ കാര്യം പറഞ്ഞത്. കരോളീന റീപ്പർ തിളപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവി ഉപയോഗിച്ച് അവളുടെ സീ ഫുഡ് ഫ്രൈഡ് റൈസിലേക്ക് മുളകിന്റെ എരിവ് പകരുകയായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ സീ ഫുഡിന്റെ ഒറിജിനൽ രുചി നഷ്ടപ്പെടാതെ തന്നെ വിഭവത്തിന് കരോളീന റീപ്പറിന്റെ എരിവും കിട്ടി.